ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് 2 പാർട്ടിലായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇതോടുകൂടി നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് തീർക്കും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 2 പാർട്ടിലും പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. അപ്പൊ ഇതിലെന്താ നമ്മൾ പറയാൻ പോകുന്നത്? റീജിയണൽ പാർട്ടീസിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. റീജിയണൽ പാർട്ടീസ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ക്ലാസിഫൈഡ് സം ഓഫ് ദ മേജർ പാർട്ടീസ് ഓഫ് ദ കൺട്രി ആസ് സ്റ്റേറ്റ് പാർട്ടീസ്. ദേ ആർ ഓൾസോ റെഫേർഡ് ടു ആസ് റീജിയണൽ പാർട്ടീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നാഷണൽ പാർട്ടി, എന്താണ് സ്റ്റേറ്റ് പാർട്ടി എന്ന്. ഒരു പാർട്ടി സ്റ്റേറ്റ് പാർട്ടി ആവണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അല്ലേ? 6% വോട്ട്, 2 സീറ്റ്സ് അല്ലേ, നമ്മൾ പഠിച്ചല്ലേ? ഓർമ്മല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് പാർട്ടി നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീജിയണൽ പാർട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും കൂടെ വരുന്നില്ല, ചില റീജിയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടി നമ്മൾ റീജിയണൽ പാർട്ടി എന്ന് വിളിക്കും. അപ്പൊ സം ഓഫ് ദീസ് പാർട്ടീസ് ആർ ബിജു ജനതാദൾ. ഇത് ഒഡീഷയിലുള്ള ഒരു പാർട്ടി കേട്ടോ. ഒഡീഷ എന്ന് പറയുന്നത് ഒറീസയാണ് കേട്ടോ. ഒറീസയുടെ പേര് ഒഡീഷ എന്ന് മാറ്റി 2011 തൊട്ട് ഒഡീഷ എന്നാണ് അറിയപ്പെടുന്നത്. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ സിക്കിമിലുള്ള പാർട്ടിയാണ്. മിസോ നാഷണൽ ഫ്രണ്ട്, മിസോറാമിലുള്ള പാർട്ടിയാണ്. തെലങ്കാന രാഷ്ട്ര സമിതി, തെലങ്കാനയിലുള്ള പാർട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് പാർട്ടീസ് ആണ്? റീജിയണൽ പാർട്ടീസ് അഥവാ സ്റ്റേറ്റ് പാർട്ടീസ്. അതുപോലെ തന്നെ നമുക്ക് DMK, AIDMK ഒക്കെ പറയാം. DMK നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദ്രാവിഡ മുന്നേറ്റ കഴകം, തമിഴ്നാട്ടിലെ പാർട്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റീജിയണൽ പാർട്ടീസ് ഒരുപാടുണ്ട്. എന്താണ് ചാലഞ്ചസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി വിത്തിൻ പാർട്ടീസ്. ഇവരെല്ലാവരും നമ്മൾ പറഞ്ഞു, എല്ലാ പാർട്ടീസും ഒരുപോലെ പറഞ്ഞ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്നു, അവരുടെ ആശയമാണ് അല്ലെ. പക്ഷെ ഈ പാർട്ടിയുടെ ഉള്ളില് അവരുടെ ആൾക്കാരുടെ ഇടയിൽ ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറവാണ്. അതൊരു വലിയൊരു ചാലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ പാർട്ടീസ് ഡു നോട്ട് കീപ് മെമ്പർഷിപ്പ് രജിസ്റ്റേഴ്സ്. ഇവർ മെമ്പർഷിപ്പ് രജിസ്റ്റേഴ്സ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. അതായത് ആരൊക്കെ ജോയിൻ ചെയ്തു, ഏതൊക്കെയാണ് മെമ്പേഴ്സ്, എത്ര പേര് മെമ്പേഴ്സ് ആയിട്ടുണ്ടെന്ന് രജിസ്റ്റേഴ്സ് ഒന്നും അവർ കീപ്പ് ചെയ്യുന്നില്ല. 2, ഡു നോട്ട് ഹോൾഡ് ഓർഗനൈസേഷണൽ മീറ്റിംഗ്സ്. ഈ പറയുന്ന എലക്ഷൻ അടുപ്പിക്കുന്ന സമയത്ത് മാത്രമായിട്ടുള്ള മീറ്റിംഗ്സ് നടത്താനല്ലാതെ സ്ഥിരമായിട്ട് പാർട്ടിയുടെ മീറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇന്റേണൽ എലക്ഷൻസ് റെഗുലർലി. അതായത് ഈ പറയുന്ന ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഒരാളാണെങ്കിൽ അയാൾ തന്നെ ആയിരിക്കും 10 കൊല്ലത്തേക്കോ 15 കൊല്ലത്തേക്കോ ലോക്കൽ സെക്രട്ടറി. അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തിന്റെ ഒരു ഏരിയ പ്രസിഡന്റ് ആയി വെക്കുവാണെങ്കിൽ അയാൾ തന്നെയാണ് എല്ലാ കാലം പ്രസിഡന്റ്. അതായത് റെഗുലർ ആയിട്ട് എന്ത് നടക്കുന്നില്ല, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം പാർട്ടികളുടെ ഉള്ളിൽ നടക്കുന്നില്ല. മനസ്സിലായോ? അത് ഇവരുടെ ഇടയിൽ ആദ്യം ആ ഒരു മാറ്റം വന്നിട്ടില്ല. ഇവര് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ആ മാറ്റം കൊണ്ടുവരാൻ നോക്കേണ്ടത്. പക്ഷെ അത് ഇവരുടെ ഇടയിൽ ഇല്ല. അത് വലിയൊരു ചാലഞ്ചാണ്. ഫസ്റ്റ് ചാലഞ്ചാണ്. മോസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡു നോട്ട് പ്രാക്ടീസ് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് പ്രൊസീജിയേഴ്സ്. ഡു നോട്ട് പ്രാക്ടീസ് open and transparent procedures for their functioning. So there are very few ways for an ordinary worker to rise to the top of a party. അതായത് ഒരു സാധാരണ ലെവലിൽ, ഒരു ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകന് ഒരു പാർട്ടിന്റെ ഏറ്റവും മുകളിലെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് ഉയരാനുള്ള ഒരു ട്രാൻസ്പെറൻസി പാർട്ടികൾ നിലനിർത്തുന്നില്ല. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഡു നോട്ട് പ്രാക്ടീസ് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് പ്രൊസീജിയർ ഫോർ ദിയർ ഫംഗ്ഷനിങ്. അതായത് ഒരു ഓപ്പൺ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ല അവർ നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതിലൂടെ ഒരു താഴെത്തട്ടിലുള്ള ആൾക്ക് കയറി നല്ല, അതായത് കഴിവുള്ള ഈ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് കയറി വരാനുള്ള ഒരു അവസരം പാർട്ടികൾക്കിടയിൽ കിട്ടുന്നില്ല. ഓക്കെ, rise to the top of a party. In many parties, the top positions are always controlled by members of one family. നമുക്ക് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എക്സാമ്പിൾ ആക്കി പറയാം. അതായത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇപ്പൊ പോലും നമുക്ക് കാണാം അല്ലെ, രാഹുൽ ഗാന്ധി. അതിന്റെ മുന്നേ സോണിയാഗാന്ധി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതിന് മുന്നേ ഇന്ദിരാഗാന്ധി ആയിരുന്നു, ജവഹർലാൽ നെഹ്റു അല്ലെ, ഇന്ദിരാഗാന്ധിക്ക് ശേഷം മകനായിട്ടുള്ള രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഫാദർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു. ഒരു ഫാമിലി മാത്രം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ആശയം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലും ഈ പറയുന്ന പ്രധാനപ്പെട്ട താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് കയറി വരാനുള്ള അവസരം കുറവാണ്. അതൊരു ചാലഞ്ചാണ് അല്ലേ. അടുത്തത്, the third challenge is about the growing role of money and muscle power in parties, especially during elections. Since parties are focused only on winning elections, they tend to use shortcuts to win elections. In some cases, parties support criminals who can win elections. Okay, അതായത് പൈസ അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക ലാഭം, അതുപോലെ തന്നെ തങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരെ, അത് ക്രിമിനൽസിനാണെങ്കിൽ പോലും അവർ സപ്പോർട്ടിന് എടുത്തിട്ട് അവർക്ക് ജയിക്കുക എന്ന് പറഞ്ഞ ഒറ്റ ലക്ഷ്യം മാത്രമായിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ, അവർ പറയുന്ന പാർട്ടിയുടെ പോളിസി വിപരീതമായിട്ട് ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ പ്രകാരം അവര് ഈ പറയുന്ന മോണിറ്ററി വാല്യൂസ് കൊടുത്തിട്ടും അതുപോലെ മസിൽ പവറിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടൊക്കെ
ഒരു മാറ്റം പാർട്ടികളിടയിൽ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ചലഞ്ചാണ്. പിന്നെ പീപ്പിൾ ഡു നോട്ട് ഫൈൻഡ് പാർട്ടീസ് ടു ബി എ മീനിങ്ഫുൾ ചോയ്സ് ഫോർ ദെയർ വോട്ട്സ്. സംടൈംസ് പീപ്പിൾ cannot even elect very different leaders either because of the same set of leaders keeps shifting from one party to another. വലിയൊരു പാർട്ടിയിൽ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ചാലഞ്ചാണ്. നമ്മൾ പറഞ്ഞത് പീപ്പിൾ ഡു നോട്ട് ഫൈൻഡ് പാർട്ടീസ് ടു ബി എ മീനിങ്ഫുൾ ചോയ്സ് ഫോർ ദെയർ വോട്ട്സ്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു വ്യക്തിനെ, ആ വ്യക്തിയുടെ നല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ടും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന വാഗ്ദാനം കൊണ്ടൊക്കെ നമ്മളൊരു വ്യക്തിനെ ജയിപ്പിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ ഈ വ്യക്തി ഇന്നൊരു പാർട്ടിയിലും കൂടെ ഉള്ള ഒരു വലിയ കാരണമാണ്. ഈ ഒരു വ്യക്തി അടുത്ത ഇലക്ഷൻ ആവണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പാർട്ടി മാറി അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനൊരു അവസ്ഥ വരുന്നുള്ളൂ. അതായത് ഒരാള് ഓരോ തവണ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതിനെതിരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു നിയമമാണ് ആന്റി ഡിഫെക്ഷൻ. അപ്പൊ ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം ഉണ്ട് ഇന്ത്യയിൽ, ആന്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, അത് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ, രാജീവ് ഗാന്ധി. ഇത് നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10th ഷെഡ്യൂളിലാണ് ഈ പറയുന്ന 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷനെ കുറിച്ച് പറയുന്നത്. ഇത് ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തില് കൂറുമാറ്റ നിരോധനം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് എപ്പോഴും ഇങ്ങനെ ചാടി കളിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജനങ്ങൾക്ക് പോലും ഒരു വിശ്വാസത കിട്ടുന്നില്ല, ഈ വ്യക്തിയാണോ ഇനി വീണ്ടും തെരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന എലക്ഷൻസ് കണ്ടിന്യൂ സംഭവിക്കാനുള്ള അവസരം കൂടുതലാണ് അല്ലെ. ഒരാളെ നമ്മൾ ജയിപ്പിച്ചു, ഇപ്പൊ ഒരു MLA ഇലക്ഷൻ നടക്കുകയാണ്, ഒരാളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, അദ്ദേഹം MLA ആയി, എന്നിട്ട് അദ്ദേഹത്തിനെ ജയിപ്പിച്ചതിന് ശേഷം അദ്ദേഹം 5 കൊല്ലം പൂർത്തീകരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് മാറി. അപ്പൊ വീണ്ടും അവിടെ ബൈ ഇലക്ഷൻ നടക്കണം. അപ്പൊ വീണ്ടും അത് ഭയങ്കരമായിട്ടുള്ള ചെലവുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ജനങ്ങളും ചിന്തിക്കും, ഇവരെ വോട്ട് ചെയ്തിട്ട് ഇവർ എത്ര കാലം ഈ പാർട്ടി തന്നെ തുടരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം കാണുന്നില്ലേ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ കോൺഗ്രസിൽ ഒരുപാട് ആൾക്കാർ BJP പോകുന്നു, അങ്ങനെ ഒരുപാട് നമ്മൾ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ്. ഹൗ ക്യാൻ പാർട്ടീസ് ബി റിഫോംഡ്? ഓക്കെ, the constitution, എങ്ങനെ നമുക്ക് പാർട്ടികളെ നമുക്ക് റിഫോം ചെയ്യാൻ പറ്റുക? The constitution was amended to prevent elected MLAs and MPs from changing parties. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഭരണഘടന ഞാൻ നേരത്തെ പറഞ്ഞു 10th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് MLA-മാരും MP-മാരും പാർട്ടി മാറി കളിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി മാറി ഒരു മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനൊക്കെ നമുക്ക് തടയാൻ പറ്റും അല്ലെ. അടുത്തത്, the Supreme Court, the constitution was amended അല്ലെ, അതായത് ഭേദഗതി വരുത്താം. ഒരുപാട് നിയമങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മാറി കളിക്കുന്നൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. അടുത്തത്, the Supreme Court passed an order to reduce the influence of money and criminals. സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓർഡർ പാസ് ചെയ്തു. എന്താണ് ഒരു ഓർഡർ പാസ്സാക്കി? എന്താണ് ആ ഓർഡർ പറയുന്നത്? ഈ എന്തിനു വേണ്ടിയിട്ട് ആ ഓർഡർ കൊണ്ടുവന്നത്? ഈ പറയുന്ന പാർട്ടികളുടെ മേൽ ഈ പറയുന്ന പൈസയ്ക്കും അതുപോലെ തന്നെ ക്രിമിനൽസിന്റെ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടി. Now it is mandatory for every candidate who contests elections to file an affidavit giving details of his property and criminal cases pending against him. സുപ്രീം കോടതി പറഞ്ഞു ഇനി അതായത് സുപ്രീം കോടതി ഈ നിയമം വന്നതിന് ശേഷം ഇപ്പൊ ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു സത്യവാങ്മൂലം, അഫിഡവിറ്റ് എന്നുള്ള സത്യവാങ്മൂലം. അപ്പൊ ഈ അഫിഡവിറ്റിൽ എന്താണ് അവർ കാണിക്കേണ്ടത്? അവർക്ക് എത്ര രൂപ സ്വത്തുണ്ട്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അവർക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ അവര് തെളിയിച്ചാൽ മാത്രമേ, അങ്ങനെയൊന്നും ഇല്ലാന്ന് അവർ തെളിയിച്ചാൽ മാത്രമേ അവർക്ക് ആ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. വളരെ നല്ല തീരുമാനമാണ് അല്ലെ, വളരെ നല്ല കാര്യമാണ്. പിന്നെ the election commission passed an order making it necessary for political parties to hold their organization elections and file their income tax returns. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട് എല്ലാവരോടും എന്ത്? ഓർഗനൈസേഷണൽ ഇലക്ഷൻസ്, പാർട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള ഓർഗനൈസേഷൻ ഇലക്ഷൻസ് കൃത്യമായി നടത്തണം. അതുപോലെ തന്നെ പാർട്ടി എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺസ്, അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യണം. പിന്നെ ബിസൈഡ്സ് ദിസ് മെനി സജഷൻസ് ആർ മെയ്ഡ് ടു റിഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്. ദീസ് സജഷൻസ് ഹാവ് നോട്ട് യെറ്റ് ബീൻ അക്സെപ്റ്റഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് അക്സെപ്റ്റ് ചെയ്ത സജഷൻസ് ആണ്. എന്നാൽ ഇതല്ലാതെ ഒരുപാട് സജഷൻസ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത്, അല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, അതെല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടികളെ റിഫോം ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോസിഷൻ ആരൊക്കെ അതിൽ ഉൾപ്പെടണം, അതുപോലെ തന്നെ എത്ര ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഏത് ടൈപ്പ് ഓഫ്
രീതിയിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നാഷണൽ പാർട്ടി എന്താണ്, സ്റ്റേറ്റ് പാർട്ടി എന്താണ്, എത്ര നാഷണൽ പാർട്ടീസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് നേരിടുന്ന വെല്ലുവിളികൾ, അത് നമുക്ക് എങ്ങനെയൊക്കെ റിഫോം ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ 3 ക്ലാസ്സും നിങ്ങൾ വ്യക്തമായി കാണണം. ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് നിങ്ങൾ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ടീസിന്റെ തുടങ്ങിയ വർഷവും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ പറയുന്ന കാര്യം, ആ ഓരോ പാർട്ടിന്റെയും ഐഡിയോളജി, അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഐഡിയോളജി നിങ്ങൾ വായിച്ചു പോവുക, കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇനി മറ്റൊരു ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ താങ്ക് യു ഓൾ.